നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഓട്സ് ആണ്. ജസ്റ്റ് പാത്രം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് തുടച്ചെടുത്തേക്കാം, കാരണം ഇത് കൊണ്ടുപോകേണ്ടതാണ്. ഇതുണ്ടാകുന്ന ഒരു ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര സമയം കൊണ്ട് അത് റെഡി ആയി കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ഓൾറെഡി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതെടുത്തു എയർ ഫ്രയർ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബേക്കിംഗ് പേപ്പർ എടുക്കാം. ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയോജനം, ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുപോലെ ഓയിലൊന്നും കാര്യമായിട്ട് നമ്മുടെ എയർ ഫ്രയറിനകത്ത് ആവില്ല. ജസ്റ്റ് അത് വെക്കാൻ പാകത്തിനുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഒലിവ് ഓയിൽ നമ്മൾ എയർ ഫ്രയറിൽ ജസ്റ്റ് ബേക്കിംഗ് പേപ്പർ വെച്ചു. അതുപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ബ്രസ്റ്റ് എടുത്തു, അതിലേക്ക് വെച്ചു. ഇനി കുറച്ച് ഒലിവ് ഓയിൽ എടുക്കാനുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ജസ്റ്റ് ഒലിവ് ഓയിൽ കുറച്ച് മതി കേട്ടോ. വളരെ കുറച്ചായി പോയി. ഇതൊക്കെ മതി. പിന്നെ ജസ്റ്റ് അതിലേക്ക് വെക്കുന്നു. 10 മിനിറ്റ്സ്. അങ്ങനെയാണ്. കൈ ഒന്ന് കഴുകണം. 20 മിനിറ്റ്സ് എന്നുള്ളത് 10 മിനിറ്റ്സ് ആക്കിയാണ്. അപ്പം തിരിച്ചും മറിച്ചുവിട്ട് വേവിക്കുമ്പോഴത്തേക്കും നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ജ്യൂസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ കൈയോടെ ആ പാത്രവും കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണി അങ്ങോട്ട് തീർന്നു കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ മെനക്കെടേണ്ടി വരത്തില്ല. ഇതൊക്കെ എപ്പോഴും പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പറ്റുമ്പോഴൊക്കെ ഓക്കെ. അടുത്തത് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ നമ്മൾ ഓട്സ് എടുക്കുന്നു. ഭാഗ്യം ഓട്സ് ഉണ്ട്. അപ്പോൾ ഇത് ഹൈ പ്രോട്ടീൻ ഓട്സ് ആണ്. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അവിടെ നല്ല ഓഫറുണ്ട്. 2 എണ്ണത്തിന് 35 dirhams വരുന്നുണ്ട്. അങ്ങനെ ഓട്സ് തപ്പി നടന്നപ്പോഴാണ് ബ്രദർ ഗിരീഷ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഹൈ പ്രോട്ടീൻ ഓട്സ് ആമസോണിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഞാനും വാങ്ങി ആമസോണിൽ നിന്ന് 2 എണ്ണം ഓഫറിൽ. വിലകേറിയൊന്നും ഇതിനകത്തൊക്കെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. വൈറലാവട്ടെ അങ്ങോട്ട്, ആൾക്കാർ കാണട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്സിൻ്റെ അൺബോക്സിങ് ആണ് ഗൈസ്. ഇത് അൺബോക്സ് ചെയ്യണ്ടല്ലോ, ഇതിങ്ങനെ തുറന്നാ പോരെ. അല്ല മതിയോ? ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. യാമിയാണെന്ന് തോന്നുന്നു. നൈസായിട്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ആവശ്യമായ ഓട്സ്, അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ അളവിലാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ കുറച്ച് അധികം കഴിക്കും, എനിക്കിത് ഇഷ്ടമാണ്. സ്പൂണൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ എടുത്ത് മറിച്ചാൽ മതി. മതി. ഇനി ഒരുപാടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആശാൻ പറയാറുള്ളത് 2 സ്കൂപ്പ് ഓട്സ് ഇട്ട് സോക്ക് ചെയ്യാനാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇടേണ്ടത് നോർമലി സ്ട്രോബെറി ആണ് ആശാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ സ്ട്രോബെറി അവിടെയെങ്കിലും അവൈലബിൾ അല്ല. ഇനി എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങുന്നിടത്ത് അവൈലബിൾ അല്ല. അപ്പുറം വരെ നടന്നു പോകാനൊന്നും എനിക്കിപ്പോൾ വയ്യ, ഉറക്കം തന്നെ ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ പകരം ആപ്പിൾ,
ഒരു ആപ്പിൾ മുഴുവൻ ഇടുവൊന്നും വേണ്ട, പകുതി എടുത്താൽ മതി. ഒരുപാട് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ രാവിലെ കഴിക്കാനായിട്ട് നല്ല സുഖം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ മടുക്കും. എനിക്ക് മടുപ്പാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ. എനിക്ക് ആപ്പിൾ അത്ര വലിയ ഇഷ്ടമില്ല. ഇപ്പോൾ കൈ രണ്ടായിട്ട് മുറിഞ്ഞതിന്, അതുകൊണ്ട് അധികം ആഡംബരം കാണിക്കാണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യട്ടെ. 2, 4, 6, 5 കാഷ്യൂ. ആക്ച്വലി 5 മതി. 5 കാഷ്യൂവും 5 ആൽമണ്ട്സുമാണ് പറഞ്ഞത്. ബദാം 5 ബദാമുമാണ് പറഞ്ഞത്. ഒരെണ്ണം കൂടിപ്പോയി, 2 കൂടിപ്പോയി. ഇറ്റ്സ് ഓക്കെ. എനിക്കിഷ്ടമാണ്. എന്തോ മിൽക്ക്. അപ്പം നമ്മള് അങ്ങോട്ടും കൂടെ ഒന്ന് കാണിച്ചത്. ഞാൻ മര്യാദക്ക് ഒറ്റയ്ക്ക് നിന്ന് വ്ളോഗ് എടുത്തോണ്ട് വന്ന ഡാൻസ് ക്ലാസ് ആണെന്ന് പറഞ്ഞത് കുറ്റം പറിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വൈബ് ടീമിലെ കുറച്ചെണ്ണം ഇപ്പം മര്യാദക്ക് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 5, 2, 4, 6, 5 6